എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 3 ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്ന യൂണിറ്റിലെ അമ്മമ്മ എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ. നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് ചെയ്യാം. ചോദ്യം ഇതാണ്: കാലവും കാഴ്ചപ്പാടും. മോനെ, ആ മിനി ഉരലിങ്ങെടുത്താട്ടെ. കൃപാകര, നിന്നെ പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് എല്ലാം അറിയാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കില് ദുബായ് കാണണം. ഇംഗ്ലീഷ് വെക്കേ, അബ്ബയുണ്ടെങ്കിൽ അത് വെക്കേ. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യങ്ങളെല്ലാം തന്നെ ആരുടേതാണ്? നമ്മുടെ അമ്മമ്മയുടേത്. ചോദ്യം ഇതാണ്: മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിന്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. പ്രായം 80 കഴിഞ്ഞിട്ടും വായിലെ പല്ലെല്ലാം പോയിട്ടും നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന അമ്മമ്മ പുതുതലമുറയുടെ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇംഗ്ലീഷ് ഇടകലർത്തി മലയാള വാക്കുകൾ പറയുന്ന സ്വഭാവത്തിന് ഉദാഹരണമാണ് അമ്മമ്മയുടെ മിനി ഉരൽ പ്രയോഗം. നാട്ടിൻപുറമല്ലാതെ മറ്റൊരു ലോകം കാണാത്ത അമ്മമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല. എന്നിട്ടും അമ്മമ്മ ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ ടെലിവിഷൻ കാണുന്നതിലൂടെയോ വിദ്യാഭ്യാസം നേടിയ പുതുതലമുറയുടെ വാക്കുകളിലൂടെയോ ആകാം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ആളുകളിൽ ഭൂരിഭാഗവും ഒഴിവ് കിട്ടിയാൽ ട്രിപ്പ് പോകുന്ന സ്വഭാവക്കാരാണ്. പാക്കേജ് സംവിധാനം ഉള്ളതിനാൽ പണമുണ്ടായാൽ മതി, ലോകത്തെവിടെയും പോയി വരാം. അമ്മമ്മയും ഇന്നത്തെ ജനസമൂഹത്തിന്റെ പ്രതിനിധി തന്നെയാണ്. കാരണം അടുത്ത സ്ഥലമായ മദിരാശി കാണാൻ അമ്മമ്മയ്ക്ക് താല്പര്യമില്ല. കാണുകയാണെങ്കിൽ കടൽ കടന്ന് ദുബായ് വരെ പോകണം. സാധാരണ വൃദ്ധജനങ്ങൾ അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് ചെറിയ യാത്ര പോലും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ അമ്മമ്മ വിദേശയാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. പഴയ ആളുകൾക്ക് ഭക്തിഗാനങ്ങളും കീർത്തനങ്ങളും പഴയ സിനിമാ ഗാനങ്ങളും ഒക്കെയാണ് പൊതുവെ ഇഷ്ടം. എന്നാൽ നമ്മുടെ അമ്മമ്മയ്ക്ക് അത്തരം പാട്ടുകൾ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, സ്വീഡിഷ് പോപ്പ് ഗായക സംഘത്തിന്റെ അബ്ബ കേൾക്കുന്നതായിരുന്നു ഇഷ്ടം. പുതുതലമുറയുടെ ഇഷ്ടവിഭവങ്ങളായ നൂഡിൽസും ചിക്കൻ ചില്ലിയുമെല്ലാം ഇഷ്ടപ്പെടുന്ന അമ്മമ്മ ആധുനിക കാലത്തെ പുതു കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നു. പഴമയെ തട്ടിക്കളഞ്ഞ് പുതുമ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുന്ന അമ്മമ്മ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് നിസ്സംശയം പറയാം. പുതുതലമുറയോടൊപ്പം സഞ്ചരിക്കുന്ന അമ്മമ്മയുടെ ജീവിതം പ്രായമാകുന്നതുകൊണ്ട് ആരും പഴഞ്ചരാകുന്നില്ല എന്ന സത്യം വെളിപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ചോദ്യോത്തര വേള. അമ്മമ്മ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുക. സംഘം തിരിഞ്ഞ് ചോദ്യോത്തര മത്സരം നടത്തുക. ഇത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കഥ വായിച്ചിട്ട് അതില് അമ്മമ്മയുടെ സ്വഭാവ സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ചോദ്യങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ചോദ്യങ്ങളും അവയുടെ ഉത്തരവും പറയുന്ന ഒരു മത്സരക്കളി. അമ്മമ്മയുടെ കുട്ടിക്കാലത്തെ ജീവിതവും ഇക്കാലത്തെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുക. ഇതാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം എന്താണ്? അമ്മമ്മയുടെ കുട്ടിക്കാലത്തെ ജീവിതം അതുപോലെ ഇക്കാലത്തെ ജീവിതം ഇവ തമ്മിൽ താരതമ്യം ചെയ്യുക. നമുക്കൊന്ന് ചെയ്തു നോക്കാം. പരിഷ്കാരമില്ലാത്ത നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു അമ്മമ്മ. വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷ്യവിഭവങ്ങൾ, പ്രത്യേകിച്ച് ചോറും കറികളുമായിരുന്നു പ്രധാന ആഹാരം. ഇപ്പോൾ അമ്മമ്മയ്ക്ക് നാടൻ വിഭവങ്ങളോട് താല്പര്യമില്ല. നൂഡിൽസും ചില്ലി ചിക്കനും ഒക്കെയാണ് പ്രിയം. തറയിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന അമ്മമ്മ കസേരയിലിരുന്ന് തീന്മേശയിൽ ഭക്ഷണം കഴിക്കുന്നു. കുട്ടിക്കാലത്തെ നാടൻ പെൺകുട്ടിയിൽ നിന്നും ആധുനിക കാലത്തെ പരിഷ്കാരിയായ വ്യക്തിയായി അമ്മമ്മ മാറിയിരിക്കുന്നു. മറ്റൊരു ചോദ്യം:
നാടും നഗരവും അമ്മമ്മ എങ്ങനെ വിലയിരുത്തുന്നു? നാട്ടിലാണെങ്കിൽ അമ്മമ്മ വെറ്റില മുറുക്കുന്ന നാട്ടിൻപുറത്തുകാരി. വീട്ടിലിരിക്കുമ്പോൾ ബ്ലൗസ് പോലും ധരിക്കാറില്ല. എന്നാൽ നഗരത്തിലേക്ക് വരുമ്പോൾ കസവുമുണ്ടും ബ്ലൗസുമെല്ലാം ധരിക്കുന്നതിന് പുറമെ കാലുകളിൽ ചെരുപ്പും ഇട്ടിട്ടുണ്ട്. കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന അമ്മമ്മയുടെ അറിവാണ് ഇവിടെ പ്രകടമാകുന്നത്. പുതിയ സംസ്കാരങ്ങളോട് അമ്മമ്മ എങ്ങനെ പ്രതികരിക്കുന്നു? കാലത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അമ്മമ്മ. കൃപാകരന്റെ വീട്ടിലെത്തിയ അമ്മമ്മ തണുത്ത സ്ക്വാഷ് കുടിക്കുന്നതും ചോറ് കഴിക്കാതെ നൂഡിൽസും ചില്ലി ചിക്കനും കഴിക്കുന്നതും അബ്ബ എന്ന സ്വീഡിഷ് പോപ്പ് സംഗീതം ആസ്വദിക്കുന്നതുമെല്ലാം പുതിയ സംസ്കാരം അമ്മമ്മ ഉൾക്കൊള്ളുന്നു എന്നതിന് തെളിവാണ്. മറ്റൊരു ചോദ്യം, അമ്മമ്മ വാർദ്ധക്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പഴയ മാമൂലുകളെ മുറുകെ പിടിക്കാതെ കാലത്തിനനുസരിച്ച മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് അമ്മമ്മ ചെയ്യുന്നത്. നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലെ അടുത്ത വിഭാഗം ചോദ്യം എന്താണെന്ന് നോക്കാം. കണ്ടെത്താം, പ്രയോഗിക്കാം. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. വട്ടം കൂട്ടുക എന്ന നാടൻ പ്രയോഗത്തിലൂടെ അമ്മമ്മയുടെ വെറ്റില മുറുക്കാനുള്ള തയ്യാറെടുപ്പിനെ സൗന്ദര്യാത്മകമായി അവതരിപ്പിച്ചത് കണ്ടല്ലോ. ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തുക, അവയുടെ അർത്ഥം വിശദീകരിക്കുകയും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുക. ചോദ്യം മനസ്സിലായല്ലോ? നമ്മുടെ മലയാള ഭാഷയിലുള്ള ആ മനോഹരമായ പ്രയോഗങ്ങൾ, വട്ടം കൂട്ടുക എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തണം. നോക്കാം നമുക്ക്. ഇവിടെ വീണ്ടും നമുക്ക് വട്ടം കൂട്ടുക എന്നതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിനെയാണ് വട്ടം കൂട്ടുക എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം ഞാൻ നൽകാം. രാജു യാത്ര പുറപ്പെടുന്നതിന് വട്ടം കൂട്ടുകയാണ്. അടുത്തത് മറ്റൊരു ഉദാഹരണം, സദ്യക്ക് വട്ടം കൂട്ടുക. സദ്യ ഒരുക്കുന്നതിനായി ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കുന്നതിനെയാണ് സദ്യക്ക് വട്ടം കൂട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രയോഗങ്ങൾ കൂടി പറയാം. ഇതാ, ചോര നീരാക്കുക, കഷ്ടപ്പെടുക എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. സ്വാതന്ത്ര്യ സമര സേനാനികൾ ചോര നീരാക്കിയാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുപോലെ മറ്റൊന്ന്, പല മാതാപിതാക്കളും ചോര നീരാക്കിയാണ് മക്കളെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ എത്തിക്കുന്നത്. ശരിയല്ലേ? അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടിന്റെ ഫലങ്ങളാണല്ലോ നമ്മൾ നേടുന്നത്, പഠനത്തിലൂടെയും മറ്റു മികവുകളിലൂടെയും നേടുന്നത്. മറ്റൊരു പ്രയോഗം, തൂത്തുവാരുക, ഒട്ടും ബാക്കിയില്ലാതെ ചെയ്യുക എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. ഉദാഹരണം, കള്ളന്മാർ എല്ലാം തൂത്തുവാരി കൊണ്ടുപോയി എന്ന് വെച്ചാൽ കള്ളന്മാർ മോഷ്ടിച്ച് ആ വീട്ടിലുള്ളതെല്ലാം കൊണ്ടുപോയി എന്നർത്ഥം. അടുത്തത്, നട്ടം തിരിയുക, എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥ. ലോൺ എടുത്ത കടം വീട്ടാനാകാത്ത സാഹചര്യത്തിൽ ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ അവൻ ആകെ നട്ടം തിരിഞ്ഞു. ഇതാ രസകരമായ മറ്റൊരു പ്രയോഗം, പുല്ല് തിന്നാൻ പോലും വകയില്ല. കേട്ടിട്ടുണ്ടോ ഇത്? എന്താണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം? ഒരു നിവർത്തിയുമില്ല എന്നാണ്. ഉദാഹരണം, രാമു കഠിനാധ്വാനം ചെയ്തിട്ടും അവന് പുല്ല് തിന്നാൻ പോലും വകയില്ല. ഇവിടെ പുല്ല് തിന്നുക എന്ന് പറയുമ്പോൾ കന്നുകാലികളുടെ ഭക്ഷണമായ പുല്ല് നമ്മൾ കഴിക്കുക എന്നല്ല അർത്ഥം, നമുക്ക് ജീവിക്കാനുള്ള വക, അതാണ്, അതിന് നിവർത്തിയില്ല എന്നതാണ് ഈ പ്രയോഗം കൊണ്ടുള്ള അർത്ഥം. അടുത്തതായിട്ട് നമ്മൾ ഒരു ഉപന്യാസം എഴുതുകയാണ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, വാർദ്ധക്യം അവസ്ഥയാണ്, ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്തു നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. വ്യക്തിഗതമായി തയ്യാറാക്കിയത് ഗ്രൂപ്പിൽ വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ വിലയിരുത്തി മെച്ചപ്പെടുത്തുമല്ലോ. നമുക്ക് സൂചനകൾ. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ, പുതുതലമുറയുടെ കാഴ്ചപ്പാട്, ചേർത്തുപിടിക്കലിന്റെ ആവശ്യകത, സമൂഹത്തിന്റെ മനോഭാവം.
ഇനിയും നമുക്ക് വളരെയധികം സൂചനകൾ ഈ വിഷയത്തിൽ കണ്ടെത്താനാകും. നിങ്ങൾ പരിശ്രമിക്കുക, സൂചനകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഉപന്യാസം ഒന്ന് ചെയ്തു നോക്കിയാലോ? ആദ്യം നമുക്ക് ഒരു തലക്കെട്ടാണ് ചെയ്യേണ്ടത്. യോജിച്ച ഒരു തലക്കെട്ട്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. ഇതാണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന തലക്കെട്ട്. വാർദ്ധക്യം മനുഷ്യജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ്, ശാപമല്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ വയോജനങ്ങളിൽ ഭൂരിഭാഗവും ശാപഗ്രസ്തമായ ജീവിതമാണ് നയിക്കുന്നത്. ആരോഗ്യം നിറഞ്ഞ ജീവിതകാലം മുഴുവൻ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി അധ്വാനിക്കുന്ന അവർ വൃദ്ധരാകുമ്പോൾ മക്കളടക്കം ആർക്കും വേണ്ടാത്തവരായി മാറുന്നു. ഇതിന് കാരണം സമൂഹത്തിന്റെ മനോഭാവവും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളുമാണ്. ജോലിക്കും പഠനത്തിനുമായി യുവതലമുറ അന്യനാടുകളിലേക്ക് പോവുകയും പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായുണ്ട്. അതിനാൽ നാട്ടിലെ വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്നു. പുതുതലമുറയുടെ ജീവിതം തിരക്ക് നിറഞ്ഞതാണ്. സമയക്കുറവിനാൽ വൃദ്ധ മാതാപിതാക്കളെ സ്നേഹിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവർ ശ്രമിക്കുന്നില്ല. അവർ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് പുതുതലമുറ മനസ്സിലാക്കുന്നില്ല. അവർ കൊണ്ട വെയിൽ എന്ന് വെച്ചാൽ ഇവിടെ അവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അച്ഛനമ്മമാരെയാണ്. അവരുടെ കഷ്ടപ്പാടുകളാണ്, അവർ അനുഭവിച്ച ത്യാഗങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഇന്ന് തണലായിട്ട് സുഖങ്ങളായിട്ട് മാറിയത് എന്നർത്ഥം. വൃദ്ധരെ സംരക്ഷിക്കാൻ മക്കൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പലരും അവരെ പെരുവഴികളിൽ ഉപേക്ഷിക്കുകയോ വൃദ്ധസദനത്തിലാക്കുകയോ ചെയ്യുന്ന പ്രവണത ഇക്കാലത്ത് കൂടുതലായി കാണുന്നുണ്ട്. അതിനുദാഹരണമാണ് വൃദ്ധസദനങ്ങൾ കൂണ് മുളയ്ക്കുന്നത് പോലെ നമ്മുടെ നാട്ടിൽ മുളച്ചു വരുന്നത്. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുക, അവരെ കുടുംബത്തോട് ചേർത്തു പിടിക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. അവരുടെ അനുഭവ സമ്പത്ത്, അറിവ് എന്നിവ പുതുതലമുറയിലേക്ക് എത്തുന്നതിന് ഇത് വഴിതെളിക്കും. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുക, ഇവയെല്ലാം നമ്മുടെ കർത്തവ്യമായിട്ട് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. മക്കൾ മാത്രമല്ല, അവരുൾപ്പെടുന്ന സമൂഹവും ചേർന്ന് വൃദ്ധജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും അവരുടെ മനസ്സിന് ആനന്ദവും നൽകേണ്ടത് പ്രധാനപ്പെട്ടതും അനിവാര്യവുമാണെന്ന തിരിച്ചറിവോടെ നമുക്ക് പ്രവർത്തിക്കാം. പഠന പ്രവർത്തനങ്ങളിലെ അടുത്ത വിഭാഗം ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്: മൊഴിമാറ്റം. മൊഴി എന്ന് വെച്ചാൽ വാക്ക് എന്നർത്ഥം. അപ്പോൾ വാക്ക് ഭാഷയിലുള്ള മാറ്റമാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വായിച്ചല്ലോ. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. Strength does not come from winning. When you go through hardships and decide not to surrender, that is strength. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അതിന്റെ മലയാളം: വിജയത്തിൽ നിന്ന് ശക്തി ഉണ്ടാകുന്നില്ല, ബുദ്ധിമുട്ടുകൾ നേരിടുകയും ആ ബുദ്ധിമുട്ടുകൾക്ക് കീഴടങ്ങാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ശക്തി. മഹാത്മാഗാന്ധി. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ചെയ്തു നോക്കാം. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. കൃപാകരന്റെ വീടിനെ കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി 20 സെന്റ് സ്ഥലത്തായിട്ടാണ് വീട് പണിതിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ഇരിപ്പുമുറിയും തീൻമുറിയും മുകളിൽ 2 കിടപ്പുമുറികളുമുണ്ട്. സൂര്യോദയം കാണുവാനും സൂര്യാസ്തമയം കാണുവാനും പര്യാപ്തമായ ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണ് അത്. ഏത് മുഹൂർത്തത്തെ പറ്റിയാണ് കൃപാകരൻ പറയുന്നത്? വ്യക്തമാക്കുക. കൃപാകരൻ പണിത പുതിയ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ സൂര്യോദയവും സൂര്യാസ്തമയവും കാണുവാൻ സാധിക്കും. കൃപാകരൻ കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഒരു കാശ്മീരി ഷാൾ പുതച്ച് സിറ്റ് ഔട്ടിലിരുന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയായ ആ സൂര്യോദയം കാണുന്ന മുഹൂർത്തത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
എന്റെ ഭൂതകാലത്തിന്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. കൃപാകരന് അമ്മമ്മയോട് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണിത്. വിശദീകരണ കുറിപ്പെഴുതുക. കൃപാകരന്റെ ബാല്യകാലം നാട്ടിൻപുറത്തെ തറവാട്ടിലായിരുന്നു. അവിടെ അമ്മമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് അയാൾ വളർന്നത്. അമ്മമ്മ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ ആഹാരവും അമ്മമ്മ പറഞ്ഞു തരുന്ന കഥകൾ കേട്ടും ജീവിച്ച ബാല്യകാലം അയാൾക്ക് ധാരാളം ഓർമ്മകൾ നൽകുന്നുണ്ട്. വലുതായപ്പോൾ അയാൾ നാടുവിടുന്നതുവരെ അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു അമ്മമ്മ. അതിനാലാണ് എന്റെ ഭൂതകാലത്തിന്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അമ്മമ്മ എന്ന് കൃപാകരൻ പറയുന്നത്. താൻ ജനിച്ചു വളർന്ന നാട്ടിൻപുറത്തെ കുറിച്ച് കൃപാകരൻ പറയുന്നതെന്ത്? പട്ടണത്തിൽ നിന്നും 12 നാഴിക കിഴക്കാണ് കൃപാകരൻ ജനിച്ചു വളർന്ന നാട്ടിൻപുറം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത തനി നാട്ടിൻപുറമായിരുന്നു തന്റേതെന്നും, എന്നാൽ ഇന്ന് ഏതു വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകളും വൈദ്യുതി, സ്കൂൾ, തപാലാപ്പീസ് തുടങ്ങിയ പുരോഗതിക്ക് വഴിതെളിക്കുന്ന മാറ്റങ്ങളും തന്റെ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതുന്ന 2 ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. എവിടെ പോകുമ്പോഴും അത് അവരുടെ കൂടെ ഉണ്ടാകും. ഏതിനെ കുറിച്ചാണ് കൃപാകരൻ പറയുന്നത്? അമ്മമ്മയുടെ വെറ്റില ചെല്ലത്തെക്കുറിച്ച്. അടുത്തത്, അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. ഏത് കാര്യം കേട്ടപ്പോഴാണ് വാസന്തി പൊട്ടിച്ചിരിച്ചത്? അമ്മമ്മയുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് കേട്ടപ്പോൾ. കൃപാകരന് ഒരു മാറ്റവുമില്ല. അമ്മമ്മ ഇപ്രകാരം പറയുന്നതിന്റെ പൊരുളെന്ത്? നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന കൃപാകരനിൽ നാട്ടിൻപുറത്തിന്റെ ലാളിത്യവും ലളിതമായ ജീവിതവുമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മമ്മയെ തന്റെ പുതിയ വീട് കാണിക്കുവാനായി അയാൾ സ്നേഹിതന്റെ കാറിലാണ് കൊണ്ടുവരുന്നത്. കാറ് അയാളുടെ സ്നേഹിതന്റെ ആണെന്നറിയുമ്പോൾ, കൃപാകര, നിനക്കും വാങ്ങരുതോ ഒരു വണ്ടി എന്ന് അമ്മമ്മ ചോദിക്കുന്നുണ്ട്. തനിക്കത്ര വലിയ മോഹങ്ങളൊന്നും ഇല്ലമ്മമ്മേ എന്നയാൾ മറുപടി പറയുമ്പോൾ, അയാളുടെ ജീവിത രീതികൾ പഴയ പോലെയാണെന്ന അർത്ഥത്തിൽ നിനക്കൊരു മാറ്റവുമില്ല, ആ പഴയ കൃപാകരൻ തന്നെ എന്ന് അമ്മമ്മ പറയുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും പുതിയ രീതിയിലുള്ള വിഭവങ്ങളൊന്നും കഴിക്കാതെ ചോറും മുരിങ്ങാ സാമ്പാറും കഴിക്കുന്നത് കണ്ടപ്പോഴും അമ്മമ്മ അപ്രകാരം തന്നെ പറയുന്നു. ജീവിതം മുന്നോട്ടു പോകുമ്പോൾ, പണവും സ്ഥാനമാനങ്ങളും വരുമ്പോൾ പഴയതെല്ലാം മറന്ന് ആഡംബരത്തിന്റെ പുറകെ പോകാത്ത ഒരാളാണ് കൃപാകരൻ എന്ന് അമ്മമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതാ മറ്റൊരു ചോദ്യം. തിരികെ തനിയെ കാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു. കൃപാകരൻ ഇപ്രകാരം ചിന്തിക്കാനുള്ള കാരണം വിശദീകരിക്കുക. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് കൃപാകരൻ. ജോലി, കുടുംബം, അതിനപ്പുറം അയാൾക്കൊരു ലോകമുണ്ടായിരുന്നില്ല. തന്റെ പുതിയ വീട് കാണാൻ വന്ന അമ്മമ്മ അയാളെ അത്ഭുതപ്പെടുത്തി. നാട്ടിൻപുറത്തെ വീട്ടിൽ നിന്നും പുറത്തു പോകാത്തതും പ്രായം 80ഓളവുമുള്ള അമ്മമ്മ പോലും ലോകത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. കാലം മുന്നോട്ടു പോകുമ്പോൾ പുരോഗതിയുടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ബോധം അമ്മമ്മയുടെ പ്രവൃത്തികളിലൂടെ അയാൾക്ക് ബോധ്യപ്പെടുന്നു. അടുത്തത്, ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക എന്നത് പതിവായി സ്വീകരിക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ നമ്മുടെ അമ്മമ്മ പട്ടണത്തിലെ വീട്ടിൽ വന്ന ദിവസം കൃപാകരൻ എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാം. തീയതി ആദ്യം എഴുതണം. 5/1/2026. ഇന്ന് എനിക്ക് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്റെ അമ്മമ്മ എന്റെ വീട്ടിലെത്തിയ ദിവസമാണിന്ന്. രാവിലെ 6 മണിക്ക് വാസുദേവന്റെ കാറുമെടുത്ത് അമ്മമ്മയുടെ വീട്ടിലെത്തി. 7 മണിയോടെ ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. എന്റെ വീട് അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. അമ്മമ്മ ചോറും സാമ്പാറും കഴിക്കാതെ നൂഡിൽസും ചില്ലി ചിക്കനുമെല്ലാം കഴിക്കുന്നത് കണ്ടപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന അമ്മമ്മയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ബാല്യകാലത്ത് എന്നെ വാത്സല്യത്തോടെ സംരക്ഷിച്ച എന്റെ അമ്മമ്മയെ വൈകിട്ട് തിരികെ കൊണ്ടാക്കി
8 മണിയോടെ മടങ്ങുമ്പോൾ അമ്മമ്മയെ പിരിയുന്ന വേദന എനിക്ക് സഹിക്കാനായില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അമ്മമ്മയെ വീട്ടിൽ കൊണ്ടുവരികയും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകണമെന്നും ഞാൻ മനസ്സിൽ തീരുമാനമെടുത്ത ദിവസവും കൂടിയാണ് ഇന്ന്. ഇത്രയുമാണ് കൃപാകരൻ എഴുതിയ ഡയറി കുറിപ്പ്. അപ്പോൾ ഈ മാതൃകയിൽ നിങ്ങൾക്ക് ഏതൊരു ദിവസത്തെയും ഡയറി എഴുതാൻ സാധിക്കുമല്ലോ. നിങ്ങളുടേതായ അനുഭവങ്ങൾ ചേർത്ത് വെച്ച ഒരു ഡയറി കുറിപ്പ് ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാവരോടുമായി ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ക്ലാസ് പല കുട്ടികളും ഇംഗ്ലീഷിൽ കേൾക്കുന്നതായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ക്ലാസ് മലയാളത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ വോയിസ് ഇംഗ്ലീഷിൽ വരികയാണ്. അത് യൂട്യൂബിൻ്റെ എന്തോ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ക്ലാസ് എടുത്ത് കാണുമ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ വരികയാണെങ്കിൽ ആ വീഡിയോയുടെ വലതുവശത്തുള്ള സെറ്റിംഗ്സിൽ കയറിയിട്ട് ഓഡിയോ ട്രാക്ക് എടുക്കുക. ആ ഓഡിയോ ട്രാക്ക് മലയാളം എന്നാക്കി മാറ്റുക. ഓഡിയോ ട്രാക്കിൽ ഇംഗ്ലീഷായി കിടക്കുന്നത് കൊണ്ടാണ് എൻ്റെ വോയിസ് ഇംഗ്ലീഷിൽ കേൾക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ആ ഓഡിയോ ട്രാക്കിൽ മലയാളം എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിൽ ക്ലാസ് കേൾക്കുവാൻ സാധിക്കും. നമ്മുടെ അമ്മമ്മ എന്ന കഥയിലെ നോട്ട്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.